നിങ്ങളുടെ പേരിലേക്ക് ആക്കാൻ പറ്റുള്ളൂ. വണ്ടി ഓക്കെ അല്ലേ ചേച്ചി? ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആണ്. അപ്പോൾ ആളുടെ വണ്ടി ചാവക്കാട് ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ വണ്ടി ഗിയർ ഷിഫ്റ്റിംഗ് നടക്കുന്നുണ്ട്, വണ്ടി മൂവ് ആവുന്നില്ല. അപ്പോൾ പറഞ്ഞു വെച്ച കംപ്ലയിൻറ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുടെ വണ്ടിയുടെ ക്ലച്ച് പോയിട്ടുണ്ട്. മാക്സിമം ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഡ്രൈവ് ചെയ്ത് വരാൻ പറഞ്ഞു. കാരണം ആലുവ ഡയറക്ഷനിൽ ഞാനുള്ളതുകൊണ്ട് അപ്പോൾ ആലുവ ഭാഗത്തേക്ക് മാക്സിമം ഡ്രൈവ് ചെയ്ത് തരാൻ പറഞ്ഞു. കാരണം ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പോൾ നാളെയും മറ്റന്നാളും വർക്ക്ഷോപ്പ് കാര്യങ്ങളൊക്കെ അവധിയായിരിക്കും. ആൾക്ക് ട്രിവാൻഡ്രം എത്താനുള്ളതാണ്, തിരുവനന്തപുരത്തുള്ള ആൾക്കാരാണ്. അപ്പോൾ വണ്ടി ബ്രേക്ക് ഡൗൺ ആണ്. അപ്പോൾ നമ്മൾ സാധാരണ നോർമൽ കേസിൽ നമ്മൾ ബ്രേക്ക് ഡൗൺ കേസുകൾ എടുക്കാറുണ്ട്. നൈറ്റൊക്കെ ആണെന്നുണ്ടെങ്കിലും ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്റ്റക്ക് ആവുകയാണെങ്കിൽ തൃശ്ശൂർ, പാലക്കാട്, എറണാകുളം, ആലപ്പുഴ ഈ 4 ഡിസ്ട്രിക്റ്റിൻ്റെ ഉള്ളിലാണ് നിങ്ങൾ സ്റ്റക്ക് ആവുന്നതെന്നുണ്ടെങ്കിൽ എത്ര നൈറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എൻ്റെ ഫോണിലേക്ക് ഒരുപാട് കോൾ, ഒരു ദിവസം തന്നെ കണ്ടമാനം കോൾ വരും. വെച്ചിട്ടുണ്ടെങ്കിൽ എൻക്വയറി ആയിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് കോൾസ് വരുന്നുണ്ട്. കുറേയൊക്കെ നമ്മൾ മാക്സിമം കോൾ എടുക്കും. പിന്നെ ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ആകുമ്പോൾ ഞാൻ കോൾസ് എടുക്കാറില്ല. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും എമർജൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 3 പ്രാവശ്യം അടുപ്പിച്ച് മിസ് കോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ 3 പ്രാവശ്യം 4 5 പ്രാവശ്യം ഫുള്ളായിട്ട് റിങ് ചെയ്യണമെന്നില്ല, ജസ്റ്റ് മിസ് കോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് വിളിക്കും. അതുപോലെ തന്നെ വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എനിക്ക് ടൈപ്പ് ചെയ്തിട്ട് ഒന്ന് ഫോട്ടോസും വെച്ചിട്ടൊന്ന് അയച്ചു തരാണെങ്കിൽ അതും പെട്ടെന്ന് നോട്ടീസ് ചെയ്യാനുള്ള ഒരു വഴിയാണ് പറയുന്നത്. കാരണം അത്രയും മെസ്സേജസ് വരുന്നതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം. ഇപ്പോൾ ആളുടെ വണ്ടി ഇപ്പോൾ എനിക്ക് ആൾ അയച്ചു തന്നിരിക്കുന്ന ലൊക്കേഷൻ വെച്ച് നോക്കുവാണെങ്കിൽ ഇതാണ് വണ്ടി. ഇൻഡിക വിസ്തയാണ്, വിസ്ത പെട്രോൾ ബ്രേക്ക് ഡൗൺ ആയിട്ട് ഇപ്പോൾ ആൾ മാക്സിമം ഡ്രൈവ് ചെയ്തു. കാരണം ഈ കംപ്ലൈൻ്റ് ആയ വണ്ടി, ഈ ക്ലച്ച് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ ഗിയർ ഒരുപാടൊന്നും RPM ഒന്നും കയറ്റാണ്ട് നോർമലി ഡ്രൈവ് ചെയ്ത് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റുമോ അത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്യുക. കാരണം നമുക്ക് അത്രയും ഞാൻ ട്രാവൽ ചെയ്യേണ്ട ഡിസ്റ്റൻസ് നമുക്ക് കുറയുമല്ലോ. ഇപ്പോൾ ആൾ അയച്ചു തന്നിരിക്കുന്ന ലൊക്കേഷൻ വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഏകദേശം ആൾ അയച്ചു തന്ന ലൊക്കേഷനിലേക്ക് ഞാൻ ഇവിടുന്ന് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ 46 കിലോമീറ്റേഴ്സാണ് എനിക്ക് ട്രാവൽ ചെയ്യാനുള്ളത്. 42 കിലോമീറ്റേഴ്സ് ഞാൻ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്തിട്ട് വണ്ടി എടുത്ത് തിരിച്ചു വരണം. അപ്പം ഞാനിപ്പോൾ ഇതിനകത്ത് നമുക്ക് ടോയിങ് സർവീസ് കുറേ പേരെ വിളിച്ച് നോക്കി, ഭയങ്കര കോസ്റ്റാണ് പറയുന്നത്. ഇപ്പോൾ ഫൈനലായിട്ട് ഒരാളെ കൂടി വിളിക്കാനുണ്ട്. അപ്പോൾ ടോയിങ് സർവീസിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹലോ, ഞാനേ ആലുവയിൽ നിന്ന് ജോഷിയുടെ പറഞ്ഞ് വിളിക്കുകയാണേ. മറ്റേ ഈ ചേട്ടാ, ഈ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഒരു വണ്ടി ഇൻഡിക്ക വിസ്ത പെട്രോള് ഒന്ന് ഇവിടെ എത്തിക്കാൻ, വർക്ക്ഷോപ്പിലേക്ക് എത്തിക്കാൻ, മറ്റേ ആലുവയ്ക്ക് എത്തിക്കാൻ എത്ര ചാർജ്? 42 കിലോമീറ്റർ ഇവിടുന്ന്. 3500 അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ പോയിട്ട് ഈ ഒരു ടീമിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. കാരണം അവർ വന്നിട്ട് കീ തന്നാലേ നമുക്ക് ബാക്കിയുള്ള പരിപാടി നടക്കുള്ളൂ. അപ്പോൾ ഞാൻ ടോ ചെയ്യാൻ യൂസ് ചെയ്യാറ് സാധാരണ കയറൊന്നും യൂസ് ചെയ്യാറില്ല. കയറിന് പകരമായിട്ട് ഈ സീറ്റ് ബെൽറ്റ് ഉണ്ടല്ലോ, ഈ സീറ്റ് ബെൽറ്റിൻ്റെ ഈ ഒരു സീറ്റ് ബെൽറ്റാണ് യൂസ് ചെയ്യാറ്. വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സീറ്റ് ബെൽറ്റ് യൂസ് ചെയ്യുമ്പോൾ അവർ വന്നിട്ട് തോന്നുന്നു ഏകദേശം. ഹലോ, ബ്രോ എടുത്തി തട്ടാമ്പടി. ഓക്കെ. ഞാൻ പറവൂർക്കവല. ആലുവ അടുത്ത് തന്നെ. നിങ്ങൾ ആലുവയ്ക്കാണോ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്? ഓക്കെ. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ മെട്രോ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ കെട്ടി വലിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാനുള്ള സംഭവം ഉണ്ടല്ലോ, അപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീറ്റ് ബെൽറ്റ്, അതായത് ഇത് നമ്മൾ സ്ക്രാപ്പ് എടുത്ത വണ്ടി ഉണ്ടല്ലോ, സ്ക്രാപ്പ് എടുത്ത വണ്ടിയുടെ സീറ്റ് ബെൽറ്റാണത്. അപ്പോൾ ഞാൻ സീറ്റ് ബെൽറ്റ് കട്ട് ചെയ്തെടുത്തു. പക്ഷേ ഈ സാധനം പൊട്ടിപ്പോവില്ല. ഒരു വിധത്തിലൊന്നും ടയറിൻ്റെ ഇടയിൽ പെട്ടിട്ടൊന്നും ഉരഞ്ഞാലൊന്നും ഈ സാധനം പൊട്ടിപ്പോവില്ല. നല്ല ഹെവിയാണ് ഈ മെറ്റീരിയൽ. ഞാനിത് സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സൂപ്പർ ഗ്ലൂവിൻ്റെ പവറിലാണ് നിൽക്കുന്നത്. ശരിക്കും ഇത് കെട്ടിയിട്ട് നല്ല ടൈറ്റ് ചെയ്ത് കെട്ടിയിട്ട് ഈ കെട്ടിൻ്റെ മുകളിലേക്ക് ഫുള്ളായിട്ട് സൂപ്പർ ഗ്ലൂ ഒഴിക്കും വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ ഗ്രിപ്പിൽ ഇത് ഒരു കാരണവശാലും അനങ്ങില്ല. അപ്പോൾ ഇത് പെർഫെക്റ്റായിട്ട് ഇങ്ങനെ സെറ്റായിട്ട് ഇങ്ങനെ ഇരിക്കും, കല്ല് പോലെ. ഇപ്പോൾ ഇതുപോലെ കല്ല് പോലെ ഇരിക്കുക, അത്രയും സെറ്റായിട്ടിരിക്കും. അപ്പോൾ ഈ സൂപ്പർ ഗ്ലൂ വയ്ക്കുന്നതിന് സൂപ്പർ ഗ്ലൂ കൊണ്ട് ഒട്ടിച്ചിട്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പോവും. അങ്ങനെ വിചാരിക്കരുത്. ഇത് കെട്ടിയിട്ട് കെട്ടിൻ്റെ മുകളിൽ കൂടെ സൂപ്പർ ഗ്ലൂ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെർഫെക്റ്റായിട്ട് ടൈറ്റായിട്ടിരിക്കും. അതുപോലെ തന്നെ ഈ അറ്റത്ത് നമ്മൾ സീറ്റ് അഴിച്ചെടുത്ത ഭാഗമുണ്ടല്ലോ, ആ അഴിച്ചെടുത്ത ഭാഗത്ത് വലിയൊരു ബോൾട്ടും
സംഭവം ഇട്ടുണ്ട്. എൻ്റെ വണ്ടിയുടെ ബാക്കിലേക്ക് ഞാൻ ഈ ബോൾട്ട് ഇട്ടിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു ഇരുമ്പിൽ നിൽക്കുന്നതുകൊണ്ട് നല്ല ടൈറ്റായിട്ട് നിൽക്കും, അഴിച്ചെടുക്കാനും സുഖമായിരിക്കും. മറ്റേ വണ്ടിയുടെ ഹുക്ക് ആയതുകൊണ്ട് ഹുക്കിൽ ഇത് കെട്ടിയിട്ട് അവിടെ നിന്ന് അങ്ങനെ വലിച്ചിട്ട് വരാ നോർമൽ ചെയ്യാറ്. നിങ്ങൾ ഞാൻ ഇൻഷുറൻസ് എടുത്തു തരുന്നത് പഴയ ആളുടെ പേര് തന്നെയായിരിക്കും. ചേച്ചി അപ്പോൾ ഉണ്ടല്ലോ ഇതിനകത്ത് പേര് മാറി RC ബുക്ക് പേര് മാറി കിട്ടി കഴിഞ്ഞിട്ടാണ് പിന്നെ ഇൻഷുറൻസ് നിങ്ങളുടെ പേരിലേക്ക് ആക്കാൻ പറ്റുള്ളൂ. വണ്ടി ഓക്കെ അല്ലേ ചേച്ചി? ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു. ഇല്ല, അച്ഛൻ വിളിച്ചിട്ട് പിന്നെ ആൾക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല വെച്ചിട്ടുണ്ടെങ്കിൽ ചിലർക്ക് ധൈര്യക്കുറവുണ്ടാവുമല്ലോ. കണ്ടിട്ടുമില്ല, കേട്ടിട്ട് നമ്മളിങ്ങനെ ഓൺലൈനിൽ കൂടെ കണ്ട പരിചയമേ ഉള്ളൂ. ഞങ്ങൾ കണ്ണു പോരാലെ മുഖാസിനോട് ഒരു ഇതായി ഞങ്ങളെ ചതിക്കത്തില്ലെന്ന് ഞങ്ങൾക്ക് പരിപൂർണ്ണ വിശ്വാസമായി. ഞങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങൾ അന്ന് തന്നെ വിളിച്ച് നമ്മുടെ ഒന്നുകൂടെ 500 രൂപ ഇത് പോയപ്പോ തന്നെ തിരിച്ചു വരുത്തി ഞങ്ങൾക്ക് തന്നത്. ഞങ്ങളോട് നല്ലപോലെ അവകാശത്തിൽ ഞങ്ങൾക്ക് അതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങളോട് ഒത്തിരി പേര് ചോദിച്ചു, നിങ്ങളെ ഇങ്ങനെ ഓൺലൈനിൽ കൂടെ മേടിച്ചാൽ ഇതിന് കേടുണ്ടോ എന്തോണ്ടോ നിങ്ങൾ എങ്ങനെ അറിയും, മറ്റു കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് സംതൃപ്തിയാണെ കുഴപ്പമില്ലല്ലോ. കണ്ട ആൾക്കാരൊക്കെ കുറ്റം വല്ലതും പറഞ്ഞു വണ്ടിക്ക്? ഒരു കുറ്റവും പറഞ്ഞില്ല, അത് പറയാനാ വന്നേ. ആരും ഒരു കുറ്റവും പറഞ്ഞില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആരെങ്കിലും ഇവിടെ വണ്ടിക്ക് വേണമെന്ന് പറയുവാണെങ്കിൽ ഞാൻ മുഖാസിനോട് പറയാം കേട്ടോ. നിങ്ങൾ ഇത് കോഴിക്കോട് പോയി മേടിക്കാൻ എങ്ങനെയാ കാര്യം ഞങ്ങളോട് ചോദിച്ചു. കോഴിക്കോട് നമ്പർ വന്നോണ്ടേ ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നും നല്ല ഇതാ. അവനെ നമ്മുടെ ആ ഇൻഷുറൻസ് അതോടെ മറക്കാതായിക്കണേ. വിളിച്ചാൽ മതി. വാഴക്കുളത്തിന്റെ അടുത്ത് തന്നെ വർക്ക്ഷോപ്പ്. അത് ഞാൻ കൊണ്ടുവന്ന ടൈം ലൊക്കേഷൻ അയച്ചുതരാം. അപ്പൊ വണ്ടി പണിത് കഴിയുമ്പോൾ വാഴക്കുളത്ത് വേണമെങ്കിൽ അച്ഛൻ്റെ വീട്ടിലിട്ടേക്കാം, അല്ലെങ്കിൽ അങ്ങോട്ട് ഡെലിവറി ഇടണമെങ്കിൽ പറഞ്ഞാൽ മതി. ഇവിടുന്ന് കണ്ടിന്യൂസ് അങ്ങോട്ട് ട്രാൻസ്പോർട്ടേഷൻ ഉള്ളതാണ്, അങ്ങോട്ട് വേണമെങ്കിൽ ഇട്ടേ. ഫോട്ടോ എടുത്തിട്ടേക്കാം. ഏതാ ഡ്രോയിങ് ഇതിനെ വിളിച്ചിട്ടുണ്ടോ? സേഫായിട്ട് വണ്ടിയല്ലേ, ഡോണ്ട് വറി, സേഫായിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇതാണ് നമ്മുടെ സബ്സ്ക്രൈബർ ബ്രോ. അപ്പോൾ ആളുടെയാണ് വണ്ടി കേട്ടോ. നേരത്തെ പറഞ്ഞില്ല, ഇന്ത്യക്ക് വിസ്ത പഴയ വണ്ടിയാണ് സൂക്ഷിച്ചു കൊണ്ടിരണമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും പഴയ വണ്ടിയാണെങ്കിലും പുതിയ വണ്ടിയാണെങ്കിലും നമ്മൾ സൂക്ഷിച്ചു കൊണ്ടിരുള്ളൂ. അപ്പോൾ നമ്മൾ വണ്ടിയുടെ അടുത്ത് റീച്ച് ആയിട്ടുണ്ട്. ഇതിൻ്റെ കണ്ടീഷൻ എന്താണെന്നുള്ളത് അറിയില്ല. ഇപ്പോൾ ക്ലച്ച് പോയതാണോ ഇല്ലയോ എന്നുള്ളത്. ഇത് ഇന്ത്യക്ക വിസ്ത സഫയർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പെട്രോൾ എഞ്ചിനാട്ടോ. ക്ലച്ച് ഫുള്ളായിട്ട് പോയി. അതായത് ക്ലച്ച് ഫുള്ളായിട്ട് പോയതുകൊണ്ടാണ് ഈ ഫസ്റ്റ് ഗിയറിലിട്ടു വണ്ടി അനങ്ങണില്ല, സെക്കൻഡ് ഗിയറിലിട്ടു വണ്ടി അനങ്ങണില്ല, തേർഡ് ഗിയറിലിട്ടു വണ്ടി അനക്കില്ല. അതായത് ക്ലച്ച് ഡിസ്ക് ഫുള്ളായിട്ട് പോയി. അപ്പോൾ ക്ലച്ചും പ്രഷർ പ്ലേറ്റും റിലീസ് ബെയറിങ്ങും ആ ഒരു സെറ്റ് അസംബ്ലി മുഴുവൻ മാറേണ്ടി വരും. ക്ലച്ച് ബാക്കി സ്മൂത്താണ്, ബാക്കിയെല്ലാം അഴിച്ചു നോക്കിയിട്ട് അറിയാൻ പാടുള്ളൂ. ഇപ്പോൾ നമുക്ക് ടോ ചെയ്യാനുള്ള പരിപാടി നോക്കണം. ഇപ്പോൾ മൊത്തത്തിൽ വണ്ടി അനങ്ങില്ല, അപ്പോൾ എന്തായാലും ടോ ചെയ്തിട്ട് തന്നെ പോകേണ്ടി വരും. അപ്പോൾ ടോ ചെയ്യാനുള്ള ഒരു ഹുക്ക് ഉണ്ടല്ലോ, ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ ഈ സാധനത്തിനകത്ത് ഷോക്ക് അബ്സോർബർ ഇല്ല, വർക്കിംഗ് ഇല്ല. ടോ ചെയ്യാനുള്ള സംഭവം ഇതിനകത്ത് ഉണ്ടാവണം. നമ്മുടെ ഐറ്റം കിട്ടി. ഇനി ഇത് പൊളിക്കാനുള്ളൊരു സ്ക്രൂ ഡ്രൈവർ കണ്ടത്. അപ്പോൾ സ്ക്രൂ ഡ്രൈവറും സാധനങ്ങളൊക്കെ വണ്ടിയിലുണ്ടായിരുന്നു. ഈ ടോ ചെയ്യാനുള്ള ഈ സംഭവം ഉണ്ടല്ലോ, എൻ്റെ വണ്ടിയിൽ 2-3 ടൈപ്പ് വണ്ടികളുടെ ഈ ഒരു സാധനം എൻ്റെ സ്റ്റോക്ക് ഉണ്ട്. കാരണം ചില വണ്ടികളിൽ ഇത് ഉണ്ടാവാറില്ല. ഈ സെക്കൻഡ് ഹാൻഡൊക്കെ വാങ്ങിക്കുന്ന വണ്ടിയിൽ മിക്ക വണ്ടികൾക്കും ഇത് ഉണ്ടാവാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കയ്യിൽ. ഇത് കുത്തി പൊളിച്ചെടുക്കരുത്, കാരണം കുത്തി പൊളിച്ചാൽ ബമ്പറിൻ്റെ ഷൈനിങ് പോകും. ഇവിടെ ഒരു കറക്റ്റ് സ്ക്രൂ ഡ്രൈവർ കയറാനുള്ള ഒരു ഗ്യാപ്പിന് ഇവിടെ ഒരു ചെറിയൊരു കട്ടിങ് ഇട്ടുണ്ട്. ആ കട്ടിങ്ങിലിട്ടിട്ട് വെറുതെ ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തുറന്നിങ്ങോട്ട് പോരും. അത് കഴിഞ്ഞിട്ട്
ഈ സംഭവം നമ്മൾ ഫുള്ളായിട്ട് റിലീസ് ചെയ്തിട്ട് താഴത്തേക്ക് വെക്കണം. കാരണം അറിയോ, അല്ലെങ്കിൽ ഇത് പൊട്ടി കഴിഞ്ഞിട്ട് ഇത് മിക്ക വണ്ടിക്കും ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ വാങ്ങിക്കാനും കിട്ടില്ല. ഈ സാധനം കോസ്റ്റ്ലി ഒന്നും അല്ലെങ്കിലും ഈ സാധനം കിട്ടില്ല. പിന്നെ ബമ്പർ കാണാനായിട്ട് ഭയങ്കര വൃത്തിയായിരിക്കും. പിന്നെ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഈ സാധനം തിരികെ വെക്കണം. ഇതിൻ്റെ ഉള്ളിൽ ടോർച്ചടിക്കുമോ ഒന്നുകൂടി ഇങ്ങനെ അടിച്ചാൽ മതി. ഓക്കെ ഇത് നമ്മൾ കറക്റ്റായിട്ട് ക്ഷമയോടുകൂടി തിരിക്കണം കേട്ടോ. കുറേ നേരം തിരിച്ചാലാണ് ഈ സാധനം ടൈറ്റ് ആവുള്ളൂ. ഇതിപ്പോൾ ഫുൾ ടൈറ്റായി. ഇനിയിപ്പോൾ ഇത് ഊരി പോരില്ല. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സംഭവം ഇവിടെ ഇതിൽ ഫിക്സ് ചെയ്യണം. നമ്മുടെ ഈ വണ്ടിയുടെ കസ്റ്റമർ വിളിക്കുന്നുണ്ട്. ഹലോ ആ ബ്രോ, വണ്ടി എടുത്തു. ഇതേ വരാൻ പോണു കേട്ടോ. അല്ല ഇവിടെ ഇറങ്ങുന്നുള്ളൂ. ഓക്കെ ഓക്കെ ആ സേഫാണ്. ഓക്കെ ഇല്ല ആ സ്ക്രൂ ഡ്രൈവർ അവിടെ തന്നെ ഇരുന്നോട്ടെ കേട്ടോ. കാരണം അറിയും അതിൻ്റെ യൂസ് എന്താണെന്നുള്ളത് ഞാൻ അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ടോ ചെയ്ത് പോകുമ്പോഴുള്ള ടിപ്സ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റോപ്പ് എപ്പോഴും വലിഞ്ഞു തന്നെ ഇരിക്കണം. കാരണം റോപ്പ് ലൂസായി ബാക്കിൽ വരുന്ന വണ്ടിക്കാരനും ഫ്രണ്ടിൽ വരുന്ന വണ്ടിക്കാരനും രണ്ട് വണ്ടിയും ശ്രദ്ധിച്ചിട്ട് വേണം പോകാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ വണ്ടി ആ ഒരു റോപ്പിനെ ടൈറ്റ് ചെയ്ത് നിർത്തിയിട്ട് വലിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് ആ ഒരു അലൈൻമെൻറ്റ് കീപ്പ് ചെയ്യാൻ പറ്റും. ഫ്രണ്ടിലെ വണ്ടിക്കാരൻ എന്തെങ്കിലും കാരണവശാൽ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ അതിന് ഈക്വലായിട്ട് ആ റോപ്പ് വലിഞ്ഞ് നിൽക്കുന്ന അതേ അവസ്ഥ തന്നെ ബാക്കിലുള്ള വണ്ടിക്കാരനും ബ്രേക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ റോപ്പ് ലൂസാകും. റോപ്പിൻ്റെ മുകളിൽ നമ്മൾ ടയർ കയറും. അങ്ങനെ ടയർ കയറുമോ അല്ലെങ്കിൽ എഞ്ചിൻ്റെ അടിയിലുള്ള ഭാഗങ്ങളിൽ ഇത് ഉടക്കും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നേ റോപ്പ് പൊട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ടയർ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബമ്പറൊക്കെ പൊളിഞ്ഞുകൊണ്ട് പോരും. പിന്നെയുള്ള കേസ് അപ്പോൾ അതിനകത്തൊരു എക്സ്പീരിയൻസ് വേണം. മാത്രമല്ല അത് നമുക്കൊരു ശ്രദ്ധിച്ച് ഓടിക്കണം. ശരിക്കും ആർക്കും ചെയ്യാൻ പറ്റുന്ന വലിയ മല മറിക്കുന്ന കാര്യമൊന്നുമില്ല, എല്ലാവർക്കും ചെയ്യാം. നമ്മൾ ഓരോ വീഡിയോയിലും പറയാറുണ്ടല്ലോ, നിങ്ങൾക്ക് വണ്ടി വാല്യുവേഷൻ ചെയ്യാൻ നിങ്ങൾക്ക് സ്വയം പറ്റുന്ന കാര്യമുള്ളൂ. നമ്മൾ കോമൺ സെൻസും നമുക്ക് കുറച്ച് ധൈര്യവും നമുക്കുണ്ടെങ്കിൽ എല്ലാ മനുഷ്യന്മാരും ഈക്വൽ തന്നെയാണ്. പക്ഷേ ഓരോരുത്തർക്കും ഉള്ള ടാലൻറ്റ് വെച്ചിട്ടാണ് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഓരോ ജോലികളാണെന്നുണ്ടെങ്കിൽ എന്താണെങ്കിൽ വരാം. ഈ ഡ്രൈവ് ചെയ്യുന്ന കാറ്, അതായത് ടോ ചെയ്യുന്ന കാറും ഡ്രൈവ് ചെയ്യുന്ന കാറും, ഈ ഡ്രൈവ് ചെയ്യുന്ന കാറ് ഒരു ഐഡിയൽ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ഒരു 60 കിലോമീറ്റർ സ്പീഡാണെങ്കിൽ ആ 60 കിലോമീറ്റർ സ്പീഡ് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മളിപ്പോൾ ഇത് നല്ല തിരക്കുള്ള റോഡായതുകൊണ്ട് ഒരു 40 ആ റേഞ്ച് കിലോമീറ്റർ ആ ഒരു സ്പീഡിൽ നമ്മൾ പോകുന്നത്, 40 km/h പോകുന്നത്. ഇത് നമുക്ക് സ്മൂത്തായിട്ട് നടത്താം. വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എഫേർട്ട് ഇല്ലാത്ത ഒരു ജോലിയാണ്. ശരിക്കും വലിയ റിസ്ക്കി ഒന്നുമല്ല. പിന്നെ ഈ ഒട്ടും ഓടിക്കാൻ അറിയാത്ത, എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു അത്രയ്ക്ക് കെയർലെസ് ആയിട്ടൊക്കെ ടോ ചെയ്ത് പോകുമ്പോഴാണ് ഇഷ്യൂസ് ഉണ്ടാകും. അപ്പോൾ കറക്റ്റ് 45 മിനിറ്റ് നമ്മൾ പറവൂരിൽ നിന്ന് വണ്ടിയോടെ എത്തിച്ചു. ഈ സ്ക്രൂ ഡ്രൈവർ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കുത്തിക്കയറി വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതെന്ന് എന്തിനാണെന്ന് വെച്ചെന്നറിയോ, ഈ കയർ ടൈറ്റ് ആകുമ്പോഴേ ഈ വണ്ടിയുടെ ബാക്കിൽ നിന്ന് സിമ്പിളായിട്ട് അയച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. സ്ക്രൂ ഡ്രൈവർ മിസ്സായിട്ടൊന്നുമില്ല, സ്ക്രൂ ഡ്രൈവർ കിട്ടി. വണ്ടി നമ്മൾ വർക്ക്ഷോപ്പിൽ എത്തിച്ചിട്ടുണ്ട്. പിന്നുള്ളത് നമ്മുടെ ഈ ബീറ്റ്. ഇപ്പോൾ ഞാൻ വർക്ക്ഷോപ്പിലേക്ക് രാവിലെ വന്നപ്പോൾ കുറച്ച് കാര്യങ്ങൾ കാണിച്ചിട്ടാന്ന് വിചാരിച്ചാണ്. ഈ ബീറ്റ് വേറെ ആരും ഇടിച്ചതല്ല, നമ്മൾ സ്വന്തമായിട്ട് ഇടിച്ചതാണ്. തിരുവനന്തപുരത്തു നിന്ന് ഓടിച്ച് രാത്രി കഷ്ടപ്പെട്ട് വന്നിട്ട് രാത്രി തന്നെ പലരിടത്ത് ചിടിച്ചു. ഒരു ട്രെയിലറിൻ്റെ ബാക്കിൽ ജസ്റ്റ് വെറുതെ ശരിക്കും ഇടിച്ചത് ശരിക്കും അറിഞ്ഞോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂപോലെ മൃദുലം എന്നൊക്കെ പറയില്ല, അതുപോലെ സിമ്പിളായിട്ട് ഇടിച്ചു, ആകെ തവിടുപൊടി. അപ്പോൾ അങ്ങനെ ഓടി വന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പാർട്സുകളെല്ലാം
നല്ല പാർട്സ്, എല്ലാം വർക്കിംഗ് പാർട്സുകളാണ്. ഇപ്പോൾ 2 ദിവസം മഴ പെയ്തിട്ട് ചെറിയൊരു നനവൊക്കെ വന്നിട്ടുണ്ട്. ഇഞ്ചക്ടറൊക്കെ നല്ലതാണ്, എൻജിൻ നല്ലതാണ്, ECM നല്ലതാണ്, BCM നല്ലതാണ്, സ്റ്റിയറിംഗ് മോട്ടർ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇതിനകത്ത് എടുക്കണം. കാരണം ഇനി ഇതൊക്കെ വൻ നഷ്ടമാണ്. കാരണം ഇനി ഇതിൽ പണിതെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ സ്പെയർ പാർട്സ് അത്യാവശ്യം കൊടുക്കാമെന്നുള്ള ഒരു പ്ലാനിൽ വണ്ടി ഇവിടെ ഇട്ടു. ബീറ്റിൻ്റെ ഇഞ്ചക്ടറോ കാര്യങ്ങളോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആലുവ വന്നാൽ മതി. നമ്മളിൽ സാധനം സ്റ്റോക്ക് ഉണ്ട്. മാത്രമല്ല ബോഡി പാർട്സ്, ഇത് LT ആട്ടോ വണ്ടി. LT ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബോഡി പാർട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹെഡ് ലാംപ്സ്, ടെയിൽ ലാമ്പ്, എൻജിൻ കവർ, ബാറ്ററി, അങ്ങനെയുള്ള എല്ലാ അസംബ്ലിയും നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ നമ്മുടെ ഒരു 40,000 കിലോമീറ്റർ, ജസ്റ്റ് 40,072 കിലോമീറ്ററിൽ ഞാനെടുത്ത എലൻഡറാണ് കിടക്കുന്നത്. പിന്നെ ഇതിവിടെ കൊണ്ടിടാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഒരു വർക്കും ചെയ്യാനില്ല. ശരിക്കും ഇതിൻ്റെ ഓയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഇതിൻ്റെ ടയേഴ്സൊക്കെ ഉണ്ടല്ലോ, 2016 കമ്പനി ടയർ പൊട്ടിപ്പോയിട്ട് കമ്പനി ടയർ കംപ്ലൈൻ്റ് ആയിട്ട് 2016 മാറിയ ടയറിലാണ്. 4 ടയറും ഒരുമിച്ച് 2016 മാറിയതാണ്. ഇത് ഇപ്പോഴും വണ്ടി സസ്പെൻഷൻ, ഇൻഡിവിജ്വൽ സസ്പെൻഷനാണ് ഈ വണ്ടിക്ക് വരുന്നത്. ഈ വണ്ടിയുടെ റിവ്യൂ നമ്മൾ കാര്യമായിട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ശരിക്കും ഒരു ലക്ഷറി വണ്ടി തന്നെയാണ് എലൻഡ്ര എന്നുള്ളത്. ഹുണ്ടായുടെ ഏറ്റവും ടോപ്പ് മോഡൽ വണ്ടി തന്നെയാണിത്. ഹെഡ് ലാംപ്സ് പോലും കളർ മങ്ങിയിട്ടില്ല. ഇവിടെ ചെറിയൊരു ഈ നോക്കാണ്ട് വണ്ടി ടേൺ ചെയ്തെടുത്തിട്ട് ചെറിയൊരു സ്ക്രാച്ച് വന്നിട്ടുണ്ട്. ഇത് പെയിൻറ്റ് കട്ടായി പോയിട്ടില്ല. എൻ്റെ ഇതൊന്ന് റബ്ബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ, ഈ ഒരു പാട് മാത്രമേ വണ്ടിക്ക് ഒരു ഡിഫക്റ്റ് ഉള്ളൂ. CNG കയറ്റി യൂസ് ചെയ്യാന്നുള്ളതാണ് വിചാരിക്കുന്നത്. എന്തൊക്കെ പോയിട്ടുണ്ടാവും? ഉണ്ട്, ലോറമുക്ക് കിട്ടിയിട്ടുണ്ട്. ഹെഡ് മൗണ്ട് വിഷ മൊത്തത്തിലുള്ള പോലെ. ഇതിൻ്റെ സ്റ്റാർട്ട് മൗണ്ട്, ബ്രേക്ക് പാഡ്, റാക്കൻറ്റ്, അകത്തെ ലോവർ ബുഷ്, ഈ ഐറ്റംസ് എല്ലാം കംപ്ലൈൻ്റ് ആണ് ഇതിൻ്റെ. ഫ്രണ്ട് ലെഫ്റ്റ് സ്റ്റട്ട് നല്ല രീതിയിൽ ലീക്കാണ് ഇതിൻ്റെ. അതിൻ്റെ പേരിലാണ് മൗണ്ടൊക്കെ പെട്ടെന്ന് പോണത്. പുതിയ മൗണ്ട് മാറിയാലും സ്റ്റോക്ക് മാറിയില്ലെങ്കിൽ മൗണ്ട് പെട്ടെന്ന് തന്നെ പോകും. പാർട്സ് നമുക്ക് വന്നിട്ടുണ്ട്. ഇന്നലെ വണ്ടി കംപ്ലൈൻ്റ് ആയി എന്ന് പറഞ്ഞപ്പോൾ തന്നെ കൺഫർമേഷൻ ആൾ തന്നു. വണ്ടി എടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ സാധനം ഓർഡർ ചെയ്തു. സാധനം ഇന്നലെ അടയ്ക്കണേക്ക് മുമ്പ് തന്നെ പോയി സാധനം മേടിച്ച് വെച്ചാണ്. കാരണം വണ്ടി എടുക്കാൻ വേണ്ടി ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞപ്പോൾ സാധനം മേടിച്ച് വെച്ചു. കാരണം ഇന്നങ്ങനെ അവധി ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ട് സാധനമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക് ഡൗൺ വണ്ടികളൊക്കെ ഏറ്റവും ഫാസ്റ്റായിട്ട് നമ്മൾ വർക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കാറുണ്ട്. കാരണം ഒരുപാട് ദിവസം വലിപ്പിച്ചതല്ലേ. ഇത് ഡെൻസോൻ്റെ ഒറിജിനലാട്ടോ. അതായത് വണ്ടിയിൽ ഓയി വരുന്ന സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഇടുമ്പോൾ കുഴപ്പം അറിയോ, ബ്രേക്ക് ഈ ക്ലച്ച് സ്ലിപ്പിങ്, പ്രോപ്പർ ക്ലച്ച് അല്ലാത്ത ഇഷ്യൂസ്, പിന്നെ പെട്ടെന്ന് കത്തി പോവുക, ക്ലച്ച് ലൈൻസ് വരാൻ ഒരുപാട് ഇഷ്യൂസ് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഇടുമ്പോൾ വരാറുണ്ട്. അപ്പോൾ ഇതാണ് ക്ലച്ച് ഡിസ്ക് എന്നുള്ള സാധനം. ഈ ചെറിയ സാധനം കേട്ടോ. ഇതാണ് പ്രഷർ പ്ലേറ്റ്, പുതിയത് ഒറിജിനൽ കേട്ടോ. പ്രഷർ പ്ലേറ്റ്, ക്ലച്ചും പ്രഷർ പ്ലേറ്റും. ഇനി റിലീസ് ബെയറിംഗ് ഉണ്ട്. റിലീസ് ബെയറിംഗും വാങ്ങിച്ചിട്ടുണ്ട്. റിലീസ് ബെയറിംഗും ഉള്ളിലിരിപ്പുണ്ട്. പിന്നെ ഈ വണ്ടിയുടെ ബുഷുകൾ കാര്യങ്ങളൊക്കെ ഒരുപാട് കണ്ടീഷൻ ഭയങ്കര മോശമാണ്. കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തൊരു വണ്ടിയാണെന്ന് തന്നെ തോന്നുന്നു. സസ്പെൻഷൻ പാർട്സൊക്കെ എല്ലാം മോശമാണ്. ഭാവിയിൽ ഇതൊക്കെ പണി വരും. കാരണം ഇപ്പോൾ ഇത് അഴിക്കുമ്പോൾ നമുക്ക് ഓരോരോ പാർട്സിൽ ഇപ്പോൾ ഒരു ഗിയർ ബോക്സ് അഴിക്കാൻ വേണ്ടിയിട്ട് ഈ വണ്ടിയുടെ ഒരുവിധം ഭാഗങ്ങളൊക്കെ നമ്മൾ അഴിച്ചു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ എല്ലാം ഷെയർ ചെയ്യുക. എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഒരു പേടിയും പേടിക്കേണ്ട. നമ്മൾ ഓൺ ടൈം അല്ലെങ്കിലും കുറച്ച് വൈകിട്ടാണെങ്കിലും എത്തും. കാരണം മഴയൊക്കെ ആയതുകൊണ്ട് ഇത്ര സ്പീഡിൽ ട്രാവൽ ചെയ്യാൻ പറ്റില്ല. എന്നാലും നമ്മൾ ഓൺ ടൈമിനെത്തും. അപ്പോൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ, മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായി കാണുന്നവരെ ബൈ.